അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? തിരമാലകളെക്കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തിരമാലകളെക്കുറിച്ച് പഠിക്കാം. തിരമാലകൾ എന്ന് പറയുമ്പോൾ നമ്മളെന്താ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൊന്തി വരുന്നു, വെള്ളം അനങ്ങുന്നു. എങ്ങനെയായിരിക്കും അത് അനങ്ങുന്നുണ്ടാവുക? തിരമാലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. കാറ്റുകൾ സമുദ്രത്തിൻ്റെ ജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണെന്ത്? തിരമാലകൾ. അങ്ങനെ പറഞ്ഞാൽ ഘർഷണം എന്ന് പറയുമ്പോൾ വെള്ളവും കാറ്റ് വെള്ളത്തിൻ്റെ മുകളിൽ ഏൽപ്പിക്കുന്ന ഒരു ഉരസൽ. അത് കാറ്റിൻ്റെ വേഗതയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അനക്കത്തിൽ വ്യത്യാസം വരുന്നു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? തിരമാലകൾ രൂപം കൊള്ളുന്നത്. അടുത്തതായി ഇനി തിരമാലകൾ എന്താണെന്ന് പഠിച്ചു. ഈ തിരമാലയ്ക്ക് ചില ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? തിരമാലകളുടെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാളുടെ രൂപം എടുത്ത് നോക്കുമ്പോൾ ആൾക്ക് എന്തുണ്ട്? ടീച്ചർ നോക്കിയ ടീച്ചറുടെ ഇവിടെ തൊട്ടിട്ട് ഈ തല മുതൽ കാലിൻ്റെ അടിവരെയുള്ള ഭാഗമാണെന്ത്? ടീച്ചറുടെ ഹൈറ്റ്. അതുപോലെ തന്നെ ഒരു തിരമാലയ്ക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൈറ്റ് അഥവാ ഉയരം. അപ്പോൾ ആ മുകൾ വശം തുടങ്ങി താഴെ വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിരോന്നതി. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരാം. തിരയുടെ ഉയർന്ന ഭാഗമാണ് എന്ത്? തിരാശിഖിരം. അതുപോലെ തന്നെ തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് തിരയുടെ തിരാദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖിരങ്ങൾ തമ്മിലുള്ള അകലത്തെ തിരാദൈർഘ്യം എന്ന് പറയുന്നു. അടുത്തതാണ് തിരോന്നതി. തിരാതടം മുതൽ തിരാശിഖിരം വരെയുള്ള ലംബദൂരത്തെ തിരോന്നതി എന്ന് പറയുന്നു.